വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തും കഴിഞ്ഞാൽ വരുന്നതോട് വേർപ്പെട്ട് കണ്ണു ചിന്തി ഭാവി അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിട്ടുള്ളണമേ. ആമേൻ. എടി മേൽമേ വിളിച്ചായിരുന്നു കേട്ടോ, അവൻ വരുന്നെന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക്. അത് വലിയ ഫംഗ്ഷനായിട്ട് ക്ലബ്ബിൽ വെച്ചൊക്കെ നടത്തണമെന്നാണ് അവൻ പറയുന്നത്. എന്നായാലും നടത്തുന്നതല്ലേ, ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് വിളിച്ചേക്കാം അല്ലേ? അച്ഛമോളെ കാണാനങ്ങ് കൊതിയാവുക. മാമോദിസൊക്കെ കയ്യിലെടുത്തതാ. അവക്ക് എന്റെ ചായ എന്ന് എല്ലാരും പറയുന്നത്. അതിപ്പം എന്റെ ചായയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. എന്നാടാ പ്രസിന്ന് കുറിയും വാങ്ങിച്ചു. ഇതിന് എന്നായി ജ്യൂസ് കിട്ടി? അതിന് ഞാൻ പിന്നെ പറയാം. ആദ്യത്തെ കുറി നമ്മുടെ പുത്തങ്കടുപ്പിലച്ഛന് കൊടുക്കണം. ശരി എന്നാ പ്രാക്ടീസ് എടുക്കട്ടെ. ശരിടാ. ഇതിപ്പോ കൂടെ കൂടെ വരുന്നുണ്ടല്ലോ. ഡോക്ടറെ ഒന്ന് കാണാൻ മേലായിരുന്നോ കൊച്ചേ? ഞാൻ ഗുളിക കഴിച്ചെന്നേ, ഒന്ന് കിടന്നാ മാറുന്ന. എത്രാമത്തെ തവണയാ ഞാൻ ഈ തുടയ്ക്കുന്നേ. നമ്മുടെ റിയാനയ്ക്ക് എന്തോ ഏനക്കേടുണ്ടോന്ന് തോന്നുന്നു. കൊച്ചു വന്ന് നോക്കിക്കേ. എന്നാ പറ്റിയേ? അല്ല, പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ല. പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ലേ? ആന്നേ. അത് കൊള്ളാലോ. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. Sure, sir. Up in a minute. ഓക്കെ ആയല്ലോ. കണ്ടോ അനുസരണക്കാര് കണ്ടോ? എളിപ്പ്. Your coffee is ready. നോക്കട്ടെ. നല്ല ചൂടുണ്ടല്ലോ. പനി വല്ലതും ആണോ? ഇതിനോ? ഇതിനെന്നാ പനി വന്ന ഒക്കത്തില്ലേ? എന്റെ പൊന്ന് ചേട്ടത്തി, ഇതന്നെ ഇന്ന് വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ലെന്നാ തോന്നുന്നത്. കണ്ട സാറ് വന്നു. എന്നാടി, എന്നാ പറ്റി? അല്ല, ഇത് ഇന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ റോങ് ആന്ന് തോന്നുന്നു. കേൾക്കുന്നില്ലേ? നിങ്ങൾ വോയിസ് കമാൻഡ് കൊടുത്തതിന് കുഴപ്പമായിരിക്കും. അതല്ല, പാലെടുത്തേ. പാല് കുറച്ച് ഇവിടെ തട്ടിക്കളഞ്ഞു. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. Sure, sir. Up in a minute. കണ്ടോ, പറയണ്ടോര് പറയണം. കണ്ടോ, നല്ല അനുസരണ. ഭാഗ്യം വെള്ളാത്രാണ്ട് തിളച്ചില്ലായിരുന്നു. Your coffee is ready. ഇഡിയറ്റ്. ബിരിയാണി ഉണ്ടാക്കുമെന്ന്. എന്ത് ചെയ്യാൻ മാരെ വിളിക്കേ. എടാ, ഇതേ ചുളുക്കാതെ ഒട്ടിക്കണേ. ശരിയാച്ചോ. ഇത്തവണ സ്റ്റാർ സൂപ്പർ ആക്കണം കേട്ടോ. അച്ചോ, ഷാജി, അച്ഛനെ ഞാൻ പള്ളിമേടയിൽ നോക്കിയായിരുന്നു. ഇതെന്താടാ, കല്യാണക്കുറിയാ? ആദ്യത്തെ കുറി അച്ഛനാ. കാര്യങ്ങളൊക്കെ എവിടം വരെ? എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ കിടക്ക് വെച്ചു. ഞാനും കൂടെ ഇറങ്ങുന്നുണ്ട്. അച്ഛനെ കണ്ടിട്ട് കുറേ. ഇപ്പൊ എങ്ങനെയുണ്ടോ അച്ഛന്? കുഴപ്പമൊന്നുമില്ല. അച്ഛന് ഇപ്പൊ ഓക്കെയാ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. കൊല്ലപ്പള്ളി പെരുന്നാളാ നാളെ. പ്രാക്ടീസ് ഉണ്ട്. അമ്മമാരോട് എന്നെ നോക്കിയിരിക്കും കേട്ടോ. ശരി. എടാ, ചുളുങ്ങാതെ ചേർത്തൊട്ടിക്കടാ. ഇവിടെയും ചേർത്തൊട്ടിക്ക്. ചൂടേ വല്ലതും നടക്കോ? കംപ്ലൈന്റ് ഒന്നും ഉണ്ടാകുകയെന്ന് പറഞ്ഞിട്ട്? ഇല്ല സാർ, നോക്കിക്കൊണ്ടിരിക്കുക. ആക്ച്വലി സാർ, ഇത് വണ്ടർ റോബോയുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ലൈഫിലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസാ.
അല്ല ചാർജ് എങ്ങാനും തീർന്നായിരിക്കും. നോ മാഡം, ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കമ്പനി ഫുൾ ബാറ്ററി ബാക്കപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. ഇനി പേര് മാറ്റിയിട്ടിട്ടോ വല്ലോ? ഏയ് പേര് നല്ലതാണല്ലോ റിയാന, കുഴപ്പമില്ല, നല്ല പേരല്ല. പാലിങ് എടുത്തരോ ഒന്ന് നോക്കട്ടെ. പാലില്ല സാർ ഓക്കെയാണ്. വെള്ളം മാത്രമേ ഉള്ളൂ. റെഡി സാർ. ഇങ്ങോട്ട് വെച്ചോ. താങ്ക് യു. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. അയ്യോ ശരിയാ. അയ്യോ സാർ. Sure, sir. Up in a minute. Your coffee is ready. വേണ്ട വേണ്ട, താങ്ക് യു. സാർ സാർ നോക്കി. ഓ സാർ, ഇതായിരുന്നു പ്രശ്നം. ഈ GPS ട്രാക്കറാണ് ഇവളെ കുഴപ്പിച്ചത്. അതായത് സാർ, ഈ റോബോട്ടിന്റെ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ ഈ GPS ട്രാക്കർ ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഉൾട്ടായി പോയി. അതാണ് ഇത് മിസ്ലീഡിംഗ് കമാൻഡ്സ് ഇതിന്റെ സിസ്റ്റത്തിലോട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ കമ്പ്യൂട്ടർ മാൽ ഫംഗ്ഷൻ, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ് സാർ. ആക്ച്വലി ഇത് ഈ വെഹിക്കിൾ ട്രാക്കിംഗ് ആ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന GPS ആണ്. ഇതാരാ സാർ ഇതിനകത്ത് വെച്ചേ? എവിടെയെങ്കിലും പോകുന്നുണ്ടോ അറിയാൻ വേണ്ടി വെച്ചതാ? ഇത് കണ്ടോ, ഇതാരാ വെച്ചെന്ന് മനസ്സിലായോ? ആരാ സാറേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളാ. നൈസ് നൈസ്. ഫിക്സ് ഇറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട് തക്കം ചേട്ടാ? നടക്കാനൊക്കെ പറ്റുമോ? ആ ചെറുതായിട്ട് ഇവൻ കയ്യെ പിടിച്ചതിലേക്ക് നടത്തും. ഇപ്പൊ ഇവനെയൊക്കെ പോലത്തെ മക്കളെ കിട്ടാൻ വലിയ പാടാ. പറഞ്ഞു കൊടുക്കാച്ചോ, പണ്ട് ഒരു പനയെന്ന് അടുത്ത പനയിലോട്ട് കയറ് വലിച്ചു കെട്ടി ചാടിക്കൊണ്ടിരുന്ന ആളാ. വലിയ ചെത്തായിരുന്നു. എന്നെ എന്തുമാത്രം തല്ലിയിട്ടുണ്ടെന്നറിയാമോ സ്കൂളിൽ പോകത്തേന്? ഉണ്ടായിരിക്കടാ, ആരോട് എന്നാ പറയണ്ടേന്ന് അറിയാൻ മേലാത്ത അച്ഛൻ കാപ്പി കുടിക്കച്ചാ. കല്യാണത്തിന് ഒരു കുറവും വരണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഇവളുടെ കല്യാണം ഭംഗിയായിട്ടൊക്കെ നടത്താം. അച്ഛന് ചെയ്തു തന്ന ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കുവേല. അതിന് ഞാൻ എന്നാ ചെയ്തെന്ന? ഞാൻ ഏത് ഇടവകളിലിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ശരി പോവാച്ചോ. ആ ഞാൻ എന്നാ ഇറങ്ങട്ടെ. ശരി അച്ഛൻ. അച്ഛൻ വീട്ടിൽ വന്നായിരുന്നു. അമ്മയുടെ കയ്യിൽ കുറച്ച് കാശും കൊടുത്തു. അച്ഛനോ? ആ നന്നായി. തലേ ദിവസം വീട്ടിൽ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്. മൈലാഞ്ചേരിയിലാണോടാ? ആ ഇപ്പൊ അങ്ങനെ ഓരോ പരിപാടികളല്ലേ. അതെ അതെ. മാളിയൊക്കെ വിളിച്ചായിരുന്നോ? ഇല്ല, പുള്ളിക്ക് രാത്രി വരാൻ പാടാന്ന്. ഫോറിനിൽ നിന്ന് മോൻ വിളിക്കുമെന്നോ അങ്ങനെ എന്തോ തിരക്കുകളാന്നാ പറയുന്നത്. പുള്ളിക്കാരന്റെ സ്വഭാവം നമുക്കറിയാമല്ലേ. ആ പാവം ആനിയമ്മ ചേച്ചിയും വിടുകയില്ല, അതാ പ്രശ്നം. അപ്പൊ അതെന്തേലും ആട്ടെ, എന്നാലും നമുക്കൊന്ന് കൂടണം. ഉറപ്പായിട്ടും. ആ ഇതെന്നാ കല്യാണം അത് ഗാനമേള? അത് ഞങ്ങൾ ചില പ്ലാനുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ സാറാമച്ചി? ഞങ്ങൾക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്.